ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2025 അത്ര നല്ല വാർത്തകളല്ല നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ദിനംപ്രതി നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ കേരളക്കര ഒന്നാകെ വിറങ്ങലിച്ചു പോയ ഒന്നാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബത്തെ ഒന്നടങ്കം തല്ലിയും വെട്ടിയും കൊലപ്പെടുത്തിയും ചെയ്ത 23കാരൻ്റെ കുറ്റസമ്മത മൊഴി കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് എല്ലാവരും. പെറ്റമ്മയ്ക്കും കുഞ്ഞു സഹോദരനും നേരെ കൈവിറക്കാതെ ആയുധം നീട്ടാൻ ഈ ചെറുപ്പക്കാരന് എങ്ങനെ സാധിച്ചു എന്നാണ് ഇപ്പോൾ എല്ലായിടത്തും ഉയരുന്നത്. ഞാൻ 6 പേരെ വകവരുത്തി എന്ന് പോലീസ് സ്റ്റേഷന്റെ മുന്നിലെത്തി നിർഭീകാരനായി പ്രതി പറഞ്ഞപ്പോൾ ആദ്യം പോലീസിന് പോലും വിശ്വസിക്കാനായിട്ടുണ്ടാവില്ല. പിന്നീട് സ്ഥലവും സന്ദർഭവുമൊക്കെ പറഞ്ഞപ്പോഴാണ് അവരും അമ്പരന്ന് പോയത്. മരണപ്പെട്ടവരിൽ 9ാം ക്ലാസ്സുകാരനായ സഹോദരൻ അഫ്സാന്റെ മൃതദേഹത്തിനു ചുറ്റും 500 രൂപയുടെ നോട്ടുകൾ വിതറിയ നിലയിലായിരുന്നു. വെല്ലിമ്മ സൽമ ബീവി, സഹോദരൻ അഫ്സാൻ, പിതാവിന്റെ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെയാണ് പ്രതി നിഷ്കരുണം കൊല ചെയ്തത്. അഫ്സാനും സഹോദരൻ അഫ്സാനും 10 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. അഫ്സാനെ സ്കൂളിൽ കൊണ്ടുവിടുന്നതും ഭക്ഷണം വാങ്ങിച്ചു നൽകുന്നതും എല്ലാം അഫ്സാൻ തന്നെയായിരുന്നു. ഇരുവരും ഏറെ സ്നേഹത്തോടെയാണ് കഴിഞ്ഞിരുന്നതും. ഇന്നലെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയ അഫ്സാൻ ഉമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നു എന്ന് അയൽവാസികൾ പറയുന്നുണ്ട്. തുടർന്ന് ഉമ്മയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോഴും മറുപടി നൽകിയത് ചേട്ടൻ അഫ്സാൻ തന്നെയായിരുന്നു. ഞാനിപ്പോൾ വരാമെന്നും നീ അവിടെ നിൽക്ക് എന്നുമാണ് അഫ്സാന്റെ മറുപടി. തുടർന്ന് അഫ്സാൻ അവിടെ എത്തിയപ്പോൾ ചേട്ടനെ കാത്തിരിക്കുകയായിരുന്നു അഫ്സാൻ. പിന്നീട് അനുജനെയും കൂട്ടി വെഞ്ഞാറമൂടുള്ള ഹോട്ടലിലെത്തി അഫ്സാന് ഏറെ ഇഷ്ടപ്പെട്ട കുഴിമന്തി വാങ്ങി നൽകുകയും ചെയ്തു. അതിനുശേഷം വീട്ടിലെത്തിയിട്ടാണ് അഫ്സാനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. സ്വീകരണ മുറിയിൽ നിലത്ത് കിടക്കുന്ന നിലയിലായിരുന്നു അഫ്സാന്റെ മൃതദേഹം. അതുപോലെ തന്നെ അഫ്സാന്റെ പെൺസുഹൃത്ത് ഫർസാന പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. പഠനത്തിനു ശേഷമായിരിക്കാം അഫ്സാന്റെ കൂടെ പെൺസുഹൃത്ത് പോയിട്ടുണ്ടാവുക എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഫർസാനയുമായി അഫ്സാൻ വീട്ടിലെത്തിയപ്പോൾ തർക്കം ഉണ്ടായതാണോ ആക്രമണത്തിന് കാരണമായതെന്ന് പോലീസിന് സംശയമുണ്ട്. തന്റെ മുറിയിലിരിക്കാം എന്ന് പറഞ്ഞ ഫർസാനെയും അഫ്സാൻ മുകളിലത്തെ റൂമിൽ കൊണ്ടുപോയത്. അവിടെ കസാരയിൽ ഇരുത്തി മുഖവും തലയും അടിച്ചു തകർക്കുകയായിരുന്നു. അഫ്സാന്റെ ഉമ്മ ആശുപത്രിയിൽ ഇപ്പോഴും ജീവന് വേണ്ടി പിടയുകയാണ്. ഈ ക്രൂര കൊലപാതകങ്ങളെല്ലാം നടത്തി ഒരു കൂസലുമില്ലാതെയാണ് കുളിച്ച് വസ്ത്രം മാറി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതി പോയത്. ഇത്രയും ക്രൂരമായ കൊലപാതകം ചെയ്യാൻ എന്താണ് കാരണം എന്നതിനെ പറ്റി യാതൊരു സാമ്പത്തിക പ്രശ്നമാണ് കൊലപാതകം ചെയ്യാൻ കാരണമായത് എന്ന് പ്രതിയുടെ വാദം ആരും ഇതുവരെ മുഖവിലക്കെടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇത്രയും ക്രൂരമായ കൊലപാതക പരമ്പര ഒരു കുഞ്ഞു പോലും അറിയാതെ എങ്ങനെ ഇത്ര നിശബ്ദമായി നടത്തി എന്നാണ് അയൽവാസികൾ എല്ലാം ചോദിക്കുന്നത്. 5 വർഷമായി അവിടെ ജോലി ചെയ്യുന്ന വസന്ത പറയുന്നത് നല്ല സ്നേഹമുള്ള കുടുംബമാണ്. അഫ്സാന്റെ ഉമ്മ വളരെ സ്നേഹമുള്ളതും കുട്ടികളെ വളരെ കരുതലോടെ നോക്കുന്ന ഒരു ഉമ്മയുമാണ്. പിന്നെ എന്തിനാണ് അഫ്സാൻ ഇത് ചെയ്തത് എന്ന് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ അഫ്സാൻ വല്ല ലഹരിക്കടിമയ്ക്കും ഇടപെട്ടുവോ? വീട്ടുജോലിക്കാരിയുമായി ചെറുപ്പം മുതലേ അഫ്സാന്റെ ഉമ്മയെ അറിയാം. അധികം ആരോടും അങ്ങനെ സംസാരിക്കാറില്ല. കടങ്ങളൊക്കെ ഇപ്പോൾ തീർത്തു കൊണ്ടിരിക്കുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാണ് അഫ്സാന്റെ ഉമ്മ വീട്ടുജോലിക്കാരിയോട് പറഞ്ഞത്. ഒരു പക്ഷേ തൻ്റെ വിഷമങ്ങളൊന്നും മറ്റാരോടും പറയാൻ ഇഷ്ടമില്ലാത്ത ഒരാളായിരിക്കാം അഫ്സാന്റെ ഉമ്മ. അവർ ഒരു ക്യാൻസർ രോഗി കൂടിയാണ്. എന്തായാലും ദൈവം അവരുടെ ജീവൻ അവർക്ക് തിരിച്ചു കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അഫ്സാന് ലഹരിയുമായി ബന്ധമുണ്ടെന്ന് പോലീസിന് സംശയമുണ്ട്. തെളിവുകളെല്ലാം കിട്ടിയിട്ടേ അത് പുറത്തു പറയാൻ പറ്റൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. എന്തിനു കൊന്നു? കൊന്നവനറിയില്ല എന്തിനു കൊന്നു എന്ന്. കൊല്ലപ്പെട്ടവനും അറിയില്ല എന്തിനു കൊല്ലപ്പെട്ടു എന്ന്.